നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. ഒരുപാട് പേർക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായി ബുദ്ധിമുട്ടുള്ളത് സമ്പത്ത് തന്നെയാണ്. ഈ സമ്പത്താണ് നമ്മളെ ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം പണിയെടുത്തിട്ട് രക്ഷപ്പെടുന്നില്ല, എന്നൊന്നും കടങ്ങൾ മാത്രം, എത്ര കിട്ടിയാലും എവിടെ എത്തുന്നില്ല, വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട്. ഈ വിളിക്കാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ട പ്രശ്നത്തിനനുസരിച്ചിട്ടുള്ള പ്രതിവിധികളൊക്കെ നമ്മൾ ചെയ്യാൻ പോവുക അമ്പലങ്ങളിലേക്കാവും. ഈ അമ്പലങ്ങളിൽ നിങ്ങൾക്കുള്ള എല്ലാ കാര്യത്തിനും വേണ്ടി പ്രതിവിധി ചെയ്യൂല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ദേവീ ക്ഷേത്രത്തിലാണെങ്കിൽ ആ ദേവിയോട് ബന്ധപ്പെട്ട മന്ത്രങ്ങളും സൂക്തങ്ങളും മാത്രമേ പ്രയോഗിക്കുള്ളൂ. അതുപോലെ തന്നെ ഏത് ദേവനായിക്കോട്ടെ ആ ദേവനോട് ബന്ധപ്പെട്ട ക്രിയകൾ മാത്രമേ നിങ്ങൾക്ക് അവിടെ ചെയ്യുള്ളൂ. വഴിപാട് ചെയ്യുമ്പോൾ നമുക്ക് ഭാഗ്യസൂക്തം ചെയ്യാം, അങ്ങനെയുള്ള ഏതെങ്കിലും സൂക്തങ്ങളും വഴിപാടുകളൊക്കെ ചെയ്തിട്ട് പോരാമെന്നല്ലാതെ നമ്മുടെ യഥാർത്ഥ പ്രശ്നത്തിന് പരിപൂർണമായിട്ടുള്ള ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ഭഗവതിയിൽ നിന്നും നമുക്കുണ്ടാകുന്നത് നമുക്ക് സമ്പത്ത് വരാനുള്ള അനുഗ്രഹ കല നമുക്ക് കിട്ടിയേക്കും. പക്ഷെ അതിനെ നമുക്ക് അവിടെ ചെയ്യുന്ന വഴിപാട് എന്തെന്നെയായാലും നമുക്കിതിൻ്റെ യഥാർത്ഥ രീതിയിലുള്ള മന്ത്രം അവിടെ പ്രയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു ക്ഷേത്ര പൂജയുടെ രഹസ്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് വേണം, ഏതൊരു ക്ഷേത്രത്തിൻ്റെയും ചൈതന്യം എന്ന് പറയുന്നതും അനുഗ്രഹം ഐശ്വര്യം എന്ന് പറയുന്നതും അവിടെ ഉപയോഗിക്കുന്ന ദേവിയുടെ മന്ത്രപ്രയോഗം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മറ്റതൊരു വിഗ്രഹം മാത്രമാണ്. ആ വിഗ്രഹത്തെ ശാന്തിക്കാരൻ നല്ല രീതിയിലുള്ള പരിപാലിച്ച് അതിന് ചൈതന്യം വേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ ചൈതന്യം അവിടെ ദർശനം നടത്തുന്നവരിലേക്ക് ലയിക്കാൻ മാത്രം രീതിയിലുള്ള ക്രിയാവിധാനങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് ആ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വലിയ വലിയ മഹത്തായ ക്ഷേത്രങ്ങളിൽ വേണ്ട വിശേഷാൽ ആളുകൾ കൂടുതൽ വരുന്നിടത്ത് വലിയ വലിയ ക്രിയകൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ ഗുരുവായൂരൊക്കെ എന്നും അതിൻ്റെ കർമ്മങ്ങൾ പരിപൂർണമായിട്ട് ചെയ്യുന്നതൊക്കെ അത്രയും ജനങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഗുരുവായൂരൊക്കെ പരിപൂർണമായിട്ടുള്ള ക്രിയകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവിടത്തെയും ചൈതന്യം ക്ഷയിച്ചു പോകും. അവിടെ ചെയ്യുന്ന കർമ്മങ്ങളാണ് ആ ഗുരുവായൂരിൻ്റെ ചൈതന്യം. അതുപോലെ തന്നെ ഓരോ ക്ഷേത്രത്തിൻ്റെയും ചൈതന്യം അങ്ങനെയാണ്. ആ ഒരു ഇതൊക്കെ നാം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ട പരിഹാരങ്ങൾക്ക് വേണ്ടി നമ്മളൊരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ശത്രു സംഹാരം പുഷ്പാഞ്ജലി അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വേണ്ടി യഥാവിധി വേണ്ടതായിട്ടുള്ള സകല ശത്രു സംഹാര മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കർമ്മം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ്ടാവുക, നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടോ ആ ബുദ്ധിമുട്ടിനും പ്രശ്നത്തിനും വേണ്ടിയിട്ടുള്ള മന്ത്രപ്രയോഗങ്ങളാണ് നമ്മൾ പറയുന്നത്. അതാണ് നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാമ്പത്തിക പ്രശ്നം, അതുപോലെ തന്നെ നമുക്ക് എത്ര പണിയെടുത്താലും നമുക്കൊന്നും സ്ഥിരമായിട്ട് നിലനിൽക്കാത്ത പ്രശ്നം, സമ്പത്ത് ഉണ്ടാവാത്ത പ്രശ്നം, കടബാധ്യതകൾ മാത്രം ഉണ്ടാവുക, എന്ത് പണം വന്നാലും എത്ര സമ്പത്ത് വന്നാലും ഒരു തരത്തിലും ഗുണാനുഭവമായിട്ട് നമുക്ക് വരാതെ ഇരിക്കുക, ഇതൊക്കെ മാറിയിട്ട് നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള അഭിവൃദ്ധിയും പുരോഗതിയും സമ്പത്തും ഐശ്വര്യമൊക്കെ വന്നു ചേരാൻ വേണ്ടിയിട്ടുള്ള അത്ഭുത ശക്തി പ്രയോഗ വിധിയാണ് ഈ പറയുന്നത്. ഈ വിധിയെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, ഏതൊരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തി നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാലിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ഈ എല്ലാവർക്കും പണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഒരു കാര്യമാണല്ലോ. അതിനെന്തുകൊണ്ട് പണം ഉണ്ടാക്കുന്നവർ എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് എന്നും കൂടി നമ്മൾ അറിയണം. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഉണ്ടാവാത്തതെന്ന് നമ്മളും കൂടി ചിന്തിക്കും കൂടി വേണം. അപ്പോൾ എന്താണ്, നമ്മൾ ചില ആളുകൾ ഈ ഒരു തമാശ കളിയാണെങ്കിൽ എവിടെയും തമാശ കളി, ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നിടത്തും കൊമ്പലകളി, വീട്ടിലും കൊമ്പലകളി, ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതാത് സാഹചര്യത്തിൻ്റെതായ ഗൗരവം അവരിൽ ഇല്ലാത്തത് ഒരു പ്രശ്നമാണ്. കാരണം പണിയെടുക്കുമ്പോൾ പണിയെ കുറിച്ചിട്ട് നല്ല രീതിയിൽ കോൺസെൻട്രേഷനും ആ ഒരു ആത്മാർത്ഥതയും അതിൽ വേണം. കാരണം വെച്ചാൽ ആ കിട്ടുന്ന പണത്തിൻ്റെ മൂല്യമുണ്ടാവാനും ആ ശ്രദ്ധയും ഉത്തരവാദിത്വമാണ് നമുക്ക് അതിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങൾക്കുള്ള അഭിവൃദ്ധിയും പുരോഗതിയും ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരുക. ഇപ്പോൾ അതാണ് ഏറ്റവും വലിയ. ഇപ്പോൾ തൊഴിൽ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊമ്പല കളിച്ച് എങ്ങനെയൊക്കെയോ നേരം പോയി എന്തൊക്കെ വെറും ചെറിയും കളിയും മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ചിരിയും കളിയും മാത്രം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ 5 പൈസ നമ്മളെ പെട്ടിയിലുണ്ടാവില്ല. അപ്പോൾ അതുപോലെ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തൊഴിൽ ചെയ്യുന്നിടത്ത് തൊഴിലിൻ്റെതായ ഗൗരവത്തിൽ തൊഴിൽ ചെയ്യുക, തമാശ കളിക്കുന്നിടത്ത് തമാശയുടേതായ രീതിയിൽ തമാശ കളിക്കുക. അല്ലെങ്കിൽ തമാശ പറയണ നേരത്തെ വരെ ഉടക്കി പിടിക്കാൻ പോലെ ഇരിക്കും. എന്നിട്ട് എന്തെങ്കിലും കാര്യപ്പെട്ട് ചെയ്യണ നേരത്തെ അവിടെ കൊമ്പലടിച്ചിരിക്കും. ആ ചീഞ്ഞ പരിപാടി എടുത്ത് മാറ്റുക.
ഇപ്പം വീട്ടിലാണെങ്കിലും നല്ല സന്തോഷമായിട്ടിരിക്കുന്ന നേരത്ത് ഞാൻ ഭയങ്കര ഗൃഹനാഥനാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒലയ്ക്ക മിണിങ്ങിട്ടാണ്ടിരിക്കും. ഇരുന്നിട്ട് പിന്നെ ഒരു കാര്യമില്ലാണ്ട് വെറുതെ എറി പിടിച്ചിട്ട് ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തേലും തൊട്ടനും പിടിച്ചതിനൊക്കെ ചീത്ത പറഞ്ഞിട്ടൊക്കെ ആകെ ഒരു ചൊറ പിടിച്ച ഒരാളാവും. എന്നാലോ പണിയെടുക്കുന്നിടത്തോട്ട് പോയാൽ വെറും കോമല കളിയും ചീറിയും കാര്യങ്ങളും അതും ഇതൊക്കെ എന്താണ്. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയുടേതായ ആവശ്യങ്ങൾക്കനുസരിച്ച എനർജി നമ്മളിൽ ഇല്ലാതെ വരും. നമുക്ക് എന്താണ്, ഒരു പണിക്ക് പോയി കഴിഞ്ഞാൽ ആ പണിയുടേതായ ഗൗരവം, അതുപോലെ തന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഗൗരവം, സന്തോഷങ്ങളായിട്ട് നടക്കേണ്ട നേരത്ത് നമ്മൾ അതൊക്കെ മാറ്റിയിട്ട് സന്തോഷിക്കാനായിട്ട് തന്നെ ഇരിക്കണം. അത് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു എനർജി നമ്മളിലേക്ക് വരുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെന്താണ്, നമ്മളിലേക്ക് അഷ്ടലക്ഷ്മി കടാക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ ലക്ഷ്മി പ്രസാദം, ധനലക്ഷ്മിയുടെ അനുഗ്രഹം നമ്മളിലേക്കും കുടുംബത്തിനും വന്നു ചേർന്ന് നമുക്ക് കിട്ടുന്ന ധനത്തെ നല്ല രീതിയിൽ വിനിയോഗിച്ച് അതൊരു സമ്പാദ്യമാക്കി മാറ്റാനുള്ള കഴിവും ഐശ്വര്യം ഉണ്ടാവാനും, നമുക്ക് നല്ല രീതിയിലുള്ള തൊഴിലുണ്ടായിട്ട് വരുമാനം വന്നു ചേരാനും അത് ഒക്കെയാണ് ഇതിൻ്റെ പിന്നിൽ. കാരണം വെച്ചാൽ ഏത് അഷ്ടലക്ഷ്മി ആയിക്കോട്ടെ, ഏത് ധനലക്ഷ്മി ആയിക്കോട്ടെ, ഏത് കുട്ടിക്കുത്തിയ ദേവീനെ വിളിച്ചിട്ട് ഇങ്ങനെ അകത്ത് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് നേരം വെളുക്കണ നേരത്ത് 1,00,000 ഒരു കെട്ടാണ്ട് വീണ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേടിയും പഠിക്കേണ്ട, സുഖമായിട്ട് ഇരിക്കരുത്. കാരണം എന്നോട് എത്രയോ ആൾക്കാർ വിളിച്ചിട്ട് പറയാണ് ഓണം ബമ്പർ ഉണ്ട്, അത് കിട്ടുകയെന്ന് വെച്ചെങ്കിൽ എനിക്ക് കിട്ടിയ 5 കോടി റുപ്യ ഞാൻ വൈദ്യുതിക്കണ്ട് തരാം, അത് കിട്ടിയാൽ മതി മാത്രം, വേറെ ഒന്നും എൻ്റെ ഇപ്പം എല്ലാ പ്രശ്നങ്ങളും തീർന്ന്, പക്ഷെ അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് എത്രയോ ആൾക്കാർ പറയുന്നുണ്ട്. ഇതൊന്നും നടക്കണ കാര്യങ്ങളല്ല. ആകെ 140 കോടി ജനങ്ങൾ മൊത്തം ഇത് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ 99% എടുത്തിട്ടുണ്ടാവും. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗ്യവന കിട്ടുക, അതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് ഉണക്കൊന്നും ഈ കുത്തിരിക്കണ നേരം വേറെ വല്ല പഠിക്കുമ്പോൾ കൂടെ നിൽക്കേണ്ടത് തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ്. അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ, ഒരു ഐശ്വര്യം, അഭിവൃദ്ധിയും പുരോഗതിയൊക്കെ ഉണ്ടാവണമെങ്കിൽ മറ്റൊരാളുടെ സഹായമോ ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ട് അയാളോട് പോയി പറഞ്ഞിട്ട് അയാൾ പ്രാർത്ഥിച്ച് നമുക്ക് ധനം ഉണ്ടാക്കി തരാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും അത് ആ ഒരു മുതൽ മുടക്കില്ലാതെ ചെയ്യാനും അതിൻ്റെ അനുഗ്രഹവും ഐശ്വര്യവും സമ്പത്തൊക്കെ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരാനും, അങ്ങനെ ഒരു വയ്യാവേലും കെണിയും ഒന്നുമില്ലാതെ കുടുംബത്തിൻ്റെ ഐശ്വര്യം നമ്മളിലേക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്രയോഗമാണിത്. ഇതിന് വേണ്ടത് നല്ലതുപോലെ കുളിക്കുക, രാവിലെ കുളിച്ച് രാവിലെയോ അല്ലെങ്കിൽ രാത്രി കുളിച്ച് ശുദ്ധമായിട്ട് ഇരിക്കണം എന്ന് നിർബന്ധമുണ്ട്. നിലവിളക്ക് വെച്ചിരുന്നിട്ട് വേണം ഈ ലക്ഷ്മി പ്രസാദം നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാവാൻ വേണ്ടി മന്ത്രം ജപിക്കാൻ. ഇത് കഴിയുമെങ്കിൽ നെയ്വിളക്ക് കത്തിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ദുരിതം മാറി ഐശ്വര്യം വരാനുള്ള ഈ നെയ്യും നെയ്യ് കത്തുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ ഒരു പ്രത്യേക എനർജി ഉള്ളതാണ്. അതാണ് നെയ്വിളക്ക് ദുരിതം മാറാനും കൂടി നല്ലതാണ്. ആ നെയ്വിളക്കിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ജപിക്കുക. ആ ജപിച്ച് നന്നായി പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ എണീക്കാൻ. ആദ്യം നമ്മൾ ഈ മന്ത്രം കണ്ടെത്തിയ ഋഷീശ്വരനെയാണ് നമ്മൾ ജപിക്കേണ്ടത്. ബ്രഹ്മഋഷി ഗായത്രി ചന്ദ ശ്രീ മഹാലക്ഷ്മീർ ദേവത. ബ്രഹ്മഋഷി ഗായത്രി ചന്ദ ശ്രീ മഹാലക്ഷ്മീർ ദേവത. ഇതാണ് നമ്മുടെ ഈ ഋഷീശ്വരന്മാർ. ഈ ബ്രഹ്മഋഷി എന്ന് പറയുന്ന ഋഷിയും ആണ് ഈ മന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിലൂടെയും ചിന്തയുടെയും അറിവിൻ്റെയും എല്ലാ സകല യോഗിപരമായിട്ടുള്ള സിദ്ധി കൊണ്ട് എടുത്ത് എഴുതിയിട്ടുള്ള മന്ത്രമാണ്. ആ മന്ത്രമാണ് നമ്മൾ ജപിക്കാൻ പോകുന്നത്. ആ മന്ത്രം ജപിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹമാവാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഹ്മഋഷിയെ നമ്മൾ സ്മരിക്കുന്നത്. ഇത് ഒരു തവണ നമ്മൾ മനസ്സിൽ ചൊല്ലിയിട്ട് ഋഷീശ്വര ഈ മന്ത്രത്തിന് പരിപൂർണ ഫലം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് വേണം എന്ത്, ഓം ശ്ലീം ഹ്രീം ശ്ലീം കമലേ കമലായേ പ്രസീദ ശ്ലീം ഹ്രീം ശ്ലീം മഹാലക്ഷ്മിയേ നമഃ. ഓം ശ്ലീം ഹ്രീം ശ്ലീം കമലേ കമലാലയേ പ്രസീദ ശ്ലീം ഹ്രീം ശ്ലീം മഹാലക്ഷ്മിയേ നമഃ. ഓം ശ്ലീം ഹ്രീം ശ്ലീം കമലേ കമലാലയേ പ്രസീദ ശ്ലീം ഹ്രീം ശ്ലീം മഹാലക്ഷ്മിയേ നമഃ. ഇതാണ് ഈ മഹാലക്ഷ്മി മന്ത്രം. ഈ മന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത്. ഒരു 1008 പ്രാവശ്യം വീതം ജപിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇല്ലെങ്കിൽ 108 തവണ, ഇല്ലെങ്കിൽ 336 തവണ.
അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു തരത്തിലും നമുക്കൊരു സാഹചര്യമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നിന്നോടത്ത് നിന്നിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മൾ ശുദ്ധമായിട്ടൊന്ന് മാറി നിന്നിട്ട് നമുക്ക് 8 തവണയെങ്കിലും ജപിച്ചിട്ട് ജപം മുടക്കാതിരിക്കാനും നമുക്ക് പറ്റും. ഇത് ജപിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 108 അല്ലെങ്കിൽ 336 അല്ലെങ്കിൽ 1000 തവണയോ ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഋഷീശ്വരന്മാരെ സ്മരിച്ചത് വീണ്ടും സ്മരിക്കണം. അതാണ് ബ്രഹ്മഋഷി, ഗായത്രി ചന്ദ, ശ്രീ മഹാലക്ഷ്മി ദേവത എന്നുള്ള ആ മന്ത്രം നമ്മൾ വീണ്ടും ഇവിടെ ജപിക്കണം. ജപിച്ചു കഴിഞ്ഞിട്ട് അതിന് ശേഷം ഓം നമഃ ശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ 108 തവണ വീതം വീണ്ടും ജപിക്കണം. അങ്ങനെ ജപിച്ചാലാണ് ഈ ജപം നമുക്ക് പൂർത്തിയാവുള്ളൂ. പക്ഷെ ആളുകൾക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് വെച്ചാൽ ക്രിസ്ത്യൻസും മുസ്ലിംസും ഇവരൊക്കെ ഒരുപാട് വീടുകളിൽ ഒരു 99% വീടുകളിലും 5 നേരം നിസ്കരിക്കുന്നവരുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ 2 നേരം 3 നേരം 1 നേരമെങ്കിലും നിസ്കരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവും. പക്ഷേ ക്രിസ്ത്യൻസിൽ അതുപോലെ തന്നെയാണ്. ഒരുപാട് ആളുകൾ പള്ളിയിൽ പോകുന്നവരുണ്ട്, അപൂർവം പോവാത്തവരുണ്ടാവുള്ളൂ. ദിവസം കൊന്തെത്തിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നാമം ജപിക്കുന്നവരാണ് ഒരു 90%. ഹിന്ദുക്കളിൽ ഇത് പലവർക്കും സമയമില്ല എന്നൊരു പേരാണ്. അവസാനം ദുരിതടിച്ച് കുണ്ടിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് പോകുന്ന നേരമില്ല. ഏത് നേരം അമ്പലത്തിൽ പോയാൽ അത് രക്ഷപ്പെടുമോ, ഈ അമ്പലത്തിൽ പോയാൽ രക്ഷപ്പെടുമോ വെച്ചിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കുണ്ടിൽ വീണതിന് ശേഷമാണ് നമ്മൾ എന്താണ് കയറാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ വീണ കുണ്ട് ചിലപ്പോൾ കൊക്കേനേക്കാളും വലുതാവലെ കണക്റ്റിലാവും. അപ്പോൾ കയറാൻ ലേശം ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണ്, ദിവസം നിങ്ങൾ ജീവിതത്തിൽ ഇഷ്ടദേവനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളെ പരിഹരിക്കാനുള്ള മന്ത്രങ്ങളോ ദൈനംദിനം ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ വലിയ ആപത്തിൽ നിന്നും കരകയറാനും ജീവിതം സന്തുഷ്ടമാക്കാനുള്ള ഐശ്വര്യം, ചൈതന്യം, അഭിവൃദ്ധിയും പുരോഗതിയൊക്കെ നമ്മളിലേക്ക് വന്നു ചേരാനും വളരെ അധികം ഈശ്വര ചൈതന്യം ഉണ്ടാവാൻ, ആ ഒരു ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവാൻ ഏറ്റവും നല്ലതാണ് ഈ നിത്യേന ഉണ്ടാവുന്ന നാമജപങ്ങളോ മന്ത്രജപങ്ങളോ പ്രാർത്ഥനകളൊക്കെ. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തുതന്നെയായാലും പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നെങ്കിൽ രാവിലെ ഇല്ലെങ്കിൽ രാത്രി. വീട്ടിൽ പറ്റുന്നവർക്ക് ഒരു 80% ആൾക്കാർക്കും ഇത് ജോലിക്ക് പോകുന്നവർക്ക് പറ്റില്ലെങ്കിൽ ബാക്കി 20% പറ്റുന്നവരുണ്ടായിരിക്കും. ഒരു വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ ഒരാൾ വിചാരിച്ചാൽ മാത്രം മതി ആ വീടിനെ ഐശ്വര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടും പരിശ്രമിച്ചാൽ മതി. ഇതൊക്കെ ചെറിയ കുട്ടികളോട് തന്നെ പല ദോഷങ്ങൾക്ക് വേണ്ടിയിട്ട് വൈദ്യരെ മക്കൾ പഠിച്ചാൽ കയറണില്ല, മണ്ടേ കയറണില്ല എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മളൊക്കെ ഏലസ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ പൂജയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവരോട് പറയും നിങ്ങൾ ദിവസവും ജപിക്കണം എന്ന് പറഞ്ഞാൽ ആർക്കും സമയമില്ല. ഈ ഇല്ലാത്ത സമയം പിന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ഏത് പ്രാർത്ഥനയ്ക്ക് മാത്രം ചെന്നിരിക്കേണ്ട ഒരു അവസ്ഥയാണ് പിന്നെ പലർക്കും വരാറ്. എന്തെങ്കിലും മാരകമായിട്ടുള്ള രോഗം, അപ്പോൾ ലോകത്തുള്ള വഴിപാട് പൂജ ഇതൊക്കെ ചെയ്തിട്ടും അങ്ങനെ ഉണ്ടായിരുന്ന പൈസയൊക്കെ കർമ്മങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയിട്ടൊക്കെ അതുവരെ സമ്പാദിച്ചതോ അല്ലെങ്കിൽ നേരെ ഇല്ലാത്തവരൊക്കെ എവിടുന്നെങ്കിലൊക്കെ പിന്നെ നേരെ ഉണ്ടാക്കി കടിഞ്ഞ് പ്രയത്നിച്ചാലും മാറാത്ത തരത്തിലേക്ക് വന്നു ചേർന്നതിന് ശേഷമാണ് ഇതിനൊക്കെ ഇറങ്ങാറ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടവട്ടം ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുന്നത് വളരെയധികം ആപത്തിൽ നിന്നും രക്ഷയ്ക്കും ഐശ്വര്യം ഉണ്ടാവാനും വളരെ ഉപകാരമുണ്ടാകും എന്നുള്ളത് ഒന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം നമ്മുടെ വിരൽ തുമ്പിലുണ്ടായിരിക്കും.